തിരുഹൃദയത്തിൻ മുൻപിൽ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ഹൃദയത്തിൻ്റെ 28ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒരു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിയും അതിൻ്റെ ജ്വാലകളും അവിടുത്തെ ദൈവീയ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. മിശിഹായിൽ മനുഷ്യവർഗത്തിനുണ്ടാകാവുന്ന സമസ്ത ഗുണലക്ഷണങ്ങളും ദൈവദാനങ്ങളും വരങ്ങളും അളവറ്റ വിധത്തിൽ ഉണ്ടായിരുന്നതിനാലും ദൈവത്വം എന്ന ദിവ്യാഗ്നി തന്നിലില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരക്ഷ എന്ന മഹാകാര്യം സാധിക്കുന്നതിന് അവിടത്തേക്ക് അസാധ്യമായിരുന്നു. എന്നാൽ നമ്മെ രക്ഷിക്കുവാൻ മനുഷ്യനായി പിറന്ന ഈ വിശ്വനാഥൻ സത്യമായി ദൈവവും സത്യമായും മനുഷ്യനുമായിരുന്നതിൽ അവിടുന്ന് മനുഷ്യ സ്വഭാവത്തിൽ ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും സഹിച്ചിട്ടുള്ള സകല പീഡകളും നടത്തിയിരിക്കുന്ന സമസ്ത കാര്യങ്ങളും ദൈവികമായിട്ടുള്ളവയായിരുന്നു. ദിവ്യരക്ഷിതാവിൻ്റെ തിരുഹൃദയം കാണുമ്പോൾ അവിടുന്ന് സത്യമായി മനുഷ്യനാണെന്ന് നാം മനസ്സിലാക്കുന്നു. ദിവ്യഹൃദയത്തിൽ സദാ കത്തിജ്വലിക്കുന്ന അഗ്നി അവിടുന്ന് സത്യമായും ദൈവമെന്നും നമ്മെ പഠിപ്പിക്കുന്നു. മുൾപ്പടർപ്പിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു ഞാൻ എൻ്റെ ജനം സഹിക്കുന്ന ഉപദ്രവം ഞാൻ കണ്ട് അവരെ രക്ഷിപ്പാനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അരുളിച്ചെയ്യുണ്ടായി. മിശിഹായെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ആത്മാക്കളെ, ഈശോയുടെ ദിവ്യഹൃദയത്തിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും ഇതിനേക്കാൾ സ്നേഹത്തോടെ എന്താണ് ലഭിക്കേണ്ടത്? ഒരു ജനത്തെ രക്ഷിപ്പാൻ മാത്രമല്ല, പിന്നെയോ സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു. കാലത്തിനടുത്ത ഒരു രക്ഷയും ഭാഗ്യവും തരുന്നതിനല്ല, നിത്യാനന്ദ ഭാഗ്യവും അതിനോടുകൂടെ സകല പ്രസാദവരങ്ങളും ധാരാളമായി നൽകുന്നതിനായിട്ടത്രേ ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇത്ര കൃപ നിറഞ്ഞ ഈ പരിശുദ്ധ ഹൃദയത്തെ സ്നേഹിക്കാതെയും ആരാധിക്കാതെയും ഇരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തമ്പുരാനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിച്ച് അനുദപിക്കാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.